വെൽക്കം ബാക്ക് ടു അൺസ്ക്രിപ്റ്റഡ് ലൈഫ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. കാരണം ഞാൻ കുറേ നാളായി ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങൾ ഇന്ന് സാധിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് സ്പോട്ടിലാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഹോട്ടലിലെത്തി. കൃഷ്ണ ഹോട്ടൽ, കട്ടച്ചാൽക്കുഴി. ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ പുട്ടും ചിക്കൻ പരട്ടും. കൊണ്ടുവരുന്നതിന് മുന്നേ കിരണും ഞാനും തേജുവും കഴിക്കാനുള്ള ആക്രാന്തത്തിലാണ്. നിങ്ങളൊക്കെ വിചാരിക്കും ഇവളെന്താ ചിക്കനും പുട്ടും കണ്ടിട്ടില്ലേ എന്ന്. പക്ഷെ ഈ രുചി വേണമെങ്കിൽ അവിടെ തന്നെ പോകണം. പിന്നെ കിരൺ ഒരു പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു. തേജുവിന് ബോൾ ഗ്രേപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവന് അത് വാങ്ങിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം തേജുവിന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. കാരണം ഫുഡ് കഴിച്ച് വയറ് വീർത്തതിന്റെ സന്തോഷമാണ്. പിന്നെ വീട്ടിലോട്ട് പോയപ്പോൾ രാജേഷേട്ടൻ എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നേ. ഞാൻ വിചാരിച്ചു എനിക്ക് ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുകയാണെന്ന്. കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ഫോണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പോലും അറിയാതെ എനിക്കൊരു സർപ്രൈസ് തന്നതാണ്. അപ്പോൾ എൻ്റെ ഫോൺ അൺബോക്സ് ചെയ്യാനുള്ള ടൈമായി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ബ്ലാക്ക് കളർ തന്നെ എനിക്ക് കിട്ടി. അത് തന്നെയാണ് ചേട്ടൻ ഓർഡർ ചെയ്തത്. എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഇഷ്ടപ്രകാരം ഓർഡർ ചെയ്തു. വിചാരിച്ച കളർ തന്നെ കിട്ടി. ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഈ ഫോണിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഒരുപാട് ഗിഫ്റ്റ് രാജേഷേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ഗിഫ്റ്റാണ് ഈ ഫോൺ വാങ്ങുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട് രാജേഷ് ചേട്ടന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ അതിനേതായ സമയമുണ്ട്. സമയമാകുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഫോണിന്റെ അൺബോക്സിംഗ് കഴിഞ്ഞ് ഒരു വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കിരൺ പറഞ്ഞ് രാജേഷ് ചേട്ടൻ നിനക്ക് എന്തായാലും ഫോൺ വാങ്ങിച്ചു തന്നതല്ലേ, അപ്പോൾ ഇതിന് ട്രീറ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇന്ന് തന്നെ ചെയ്തേ പറ്റൂ. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടിലാണ് പോയത് ഫുഡ് കഴിക്കാൻ. ശാസ്തമംഗലം സാൽവ ഡൈൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ എത്തിയതും തേജുവിന് കുഴിമന്തി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കും അവനും കുഴിമന്തി തന്നെ ഓർഡർ ചെയ്തു. കുടിക്കാൻ 2 ബോൾ ഗ്രേപ്പും വാങ്ങിച്ചു. ഞാൻ എന്തായാലും കൃഷ്ണ ഹോട്ടലിൽ നിന്ന് കഴിച്ചതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. വിശപ്പ് കാരണം കുഴിമന്തി എന്നത് കുഴിമന്ത്രി എന്നൊക്കെ പറയേണ്ടി വന്നു. ഞാനല്ല, കിരണാണ് അങ്ങനെ പറഞ്ഞത്. അപ്പവും പിന്നെ മഷ്റൂമും പനീറും കൊണ്ടുള്ള ഒരു സ്റ്റൂ ആണ് കിരൺ ഓർഡർ ചെയ്തത്. പിന്നെ കുഴിമന്തി വന്നപ്പോൾ എനിക്ക് റൈസ് മാത്രമേ കിട്ടിയുള്ളൂ. തേജുവിന്റെ കാര്യം പറയണ്ടല്ലോ, റൈസ് കിട്ടിയത് തന്നെ ഭാഗ്യം. എന്തായാലും അവനും ഹാപ്പി. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പൊ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം അൺസ്ക്രിപ്റ്റഡ് ലൈഫ്.